എല്ലാവർക്കും എജ്യൂനേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് എത്തിക്സിൽ വരുന്നൊരു പ്രധാനപ്പെട്ട പോർഷനാണ് ഹിഡനിസമാണ്. അപ്പോൾ എന്താണ് ഹിഡനിസത്തിൻ്റെ ഒരു എറ്റിമോളജിക്കൽ മീനിങ് നമുക്ക് നോക്കാം. ഹിഡനിസം ദ ടേം ഡിറൈവ്സ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് ഹിഡോണി വിച്ച് മീൻസ് ഡിലൈറ്റ് ഓർ പ്ലഷർ. ഇപ്പോൾ ഹിഡനിസം എന്ന് പറയുന്ന വാക്ക് ഡിറൈവ് ചെയ്തത് ഗ്രീക്ക് പദമായിട്ടുള്ള ഹിഡോണിയിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം നമുക്ക് ഓൾറെഡി അറിയാം, ഡിലൈറ്റ് അഥവാ പ്ലഷർ എന്നാണ്. ഹിഡനിസം ഈസ് എ സ്കൂൾ ഓഫ് തോട്ട് ദാറ്റ് ആർഗ്യൂസ് ദാറ്റ് പ്ലഷർ ഈസ് ദ ഓൺലി ഇൻട്രിൻസിക് ഗുഡ്. അപ്പോൾ ഹിഡനിസം എന്ന് പറയുന്നത് ഒരു സ്കൂൾ ഓഫ് തോട്ടാണ്. അവർ ആർഗ്യൂ ചെയ്യുന്നത് എന്താണ്? പ്ലഷർ മാത്രമാണ് ഒരേ ഒരു ഇൻട്രിൻസിക് ഗുഡ്. അപ്പം നമ്മൾ ഗുഡിനെ കുറിച്ചിട്ട് പറയുമ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് ഗുഡാണുള്ളത്. ഒന്ന് ഇൻസ്ട്രുമെൻ്റൽ ഗുഡും രണ്ടാമത്തത് ഇൻട്രിൻസിക് ഗുഡും. ഇൻസ്ട്രുമെൻ്റൽ ഗുഡ് എന്ന് പറയുന്നത് നമ്മളൊരു മീൻസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. പ്ലഷറിലോട്ട് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മീൻസ് ആണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വെൽത്ത്, അല്ലെങ്കിൽ ബ്യൂട്ടി, നോളജ്, ഇതിലൂടെ നമുക്ക് എന്തിലോട്ട് എത്തിച്ചേരാൻ സാധിക്കും? പ്ലഷറിലോട്ട് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ ആ ടൈപ്പ് ഓഫ് ഗുഡിനെയാണ് ഇൻസ്ട്രുമെൻ്റൽ ഗുഡ് എന്ന് പറയുന്നത്. പ്ലഷർ എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രിൻസിക് ഗുഡാണ്. അത് തന്നെ എന്താണ്? ഗുഡാണ്. ഓക്കെ, ഇൻ വെരി സിമ്പിൾ ടേം, എ ഹിഡനിസ്റ്റ് സ്ട്രൈവ്സ് ടു മാക്സിമൈസ് നെറ്റ് പ്ലഷർ ആൻഡ് മൈനസ് പെയിൻ. നമുക്ക് ഓൾറെഡി അറിയാം ഹിഡനിസ്റ്റുകൾ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ ശ്രമിക്കുന്നത് എന്താണ്? നെറ്റ് പ്ലഷർ മാക്സിമൈസ് ചെയ്യുക, പെയിൻ കുറയ്ക്കുക എന്നുള്ളതാണ്. ദീസ് തിയറീസ് ഹാവ് ടേക്കൺ മെനി ഡിഫറെൻറ്റ് ഫോംസ്. പല ടൈപ്സ് ഉണ്ട്. അക്കോർഡിംഗ് ടു ദ നേച്ചർ ഓഫ് സീക്കിംഗ് പ്ലഷർ സീക്ക് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഹിഡനിസത്തെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാമത് സൈക്കോളജിക്കൽ ഹിഡനിസം ആണ്, രണ്ടാമത്തത് എത്തിക്കൽ ഹിഡനിസം ആണ്. സൈക്കോളജിക്കൽ ഹിഡനിസം നമുക്ക് നോക്കാം. സൈക്കോളജിക്കൽ ബേസിസിലാണ് ഈ ഒരു ഹിഡനിസം അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്താണ് പറയുന്നത്? മെൻ ഓൾവേസ് ടു സീക്ക് പ്ലഷർ. മനുഷ്യൻ എല്ലായ്പ്പോഴും എന്ത് സീക്ക് ചെയ്യുന്നു? പ്ലഷർ സീക്ക് ചെയ്യുന്നു. അതെന്താണ്? അത് അവൻ്റെ ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. ദിസ് തിയറി ഹോൾഡ്സ് ദാറ്റ് ദിസ് ഈസ് നോട്ട് ദ വേ പീപ്പിൾ ഓട്ട് ടു ബി, ദിസ് ഈസ് ദ വേ പീപ്പിൾ ആക്ച്വലി ആർ. ഇങ്ങനെയാണ് മനുഷ്യൻ. ദേ നാച്ചുറലി സീക്ക് പ്ലഷർ. അവൻ എല്ലായ്പ്പോഴും പ്ലഷർ സീക്ക് ചെയ്യുന്നു. അത് അവൻ്റെ ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. അപ്പം എന്താണ്? പ്രൊഫസർ സിഡ്ജിവിക്ക് കോൾ ദിസ് പൊസിഷൻ ആസ് സൈക്കോളജിക്കൽ ഹിഡനിസം. അപ്പം ഈ ഒരു പൊസിഷനെ സിഡ്ജിവിക്ക് വിളിച്ചത് എന്തെന്നാണ്? സൈക്കോളജിക്കൽ ഹിഡനിസം എന്നാണ്. ഓക്കെ, ബിക്കോസ് ഇറ്റ് സിംപ്ലി അഫേംസ് സീക്കിംഗ് ഓഫ് പ്ലഷർ ആസ് എ സൈക്കോളജിക്കൽ ഫാക്ട്. അപ്പം ഇതെന്താണ് അദ്ദേഹം പറയുന്നത്? എന്താണ് സീക്കിംഗ് ഓഫ് പ്ലഷർ എന്ന് പറയുന്നത്? ഒരു സൈക്കോളജിക്കൽ ഫാക്റ്റ് ആണ്. ഓക്കെ, അപ്പം സൈക്കോളജിക്കൽ ഹിഡനിസം എന്താണെന്ന് ഷോർട്ട് നോട്ടായിട്ട് ചോദിക്കാം, ഹിഡനിസം എന്താണെന്ന് ഷോർട്ട് നോട്ടായിട്ട് ചോദിക്കാം, അതുകൂടാണ്ട് എത്തിക്കൽ ഹിഡനിസവും ചോദിക്കാം. ഓക്കെ, എത്തിക്കൽ ഹിഡനിസത്തിലോട്ട് വരുമ്പോൾ എന്താണ്? വെദർ ഓർ നോട്ട് പീപ്പിൾ പർസ്യൂ പ്ലഷർ. അവർ പ്ലഷർ പർസ്യൂ ചെയ്താലും ചെയ്തില്ലെങ്കിലും ദേ ഷുഡ് ഓർ ഓട്ട് ടു ഡു സോ. അവരത് ചെയ്തിരിക്കണം. അവർ പ്ലഷർ എന്ത് ചെയ്തിരിക്കണം? സീക്ക് ചെയ്തിരിക്കണം. അതൊരു ഡ്യൂട്ടി പോലെ, അല്ലെങ്കിൽ ഒരു കമാൻഡ് പോലെ അവരെന്താണ് അത് ചെയ്തിരിക്കണം. എ റൈറ്റ് ആക്ഷൻ ഈസ് പ്രൊഡക്റ്റീവ് ഓഫ് പ്ലഷർ. ഒരു റൈറ്റ് ആക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു റൈറ്റ് ആക്ഷൻ്റെ കോൺസിക്വൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്ലഷർ ആയിരിക്കും. എ റോങ് ആക്ഷൻ ഈസ് എ പ്രൊഡക്റ്റീവ് ഓഫ് പെയിൻ. അപ്പോൾ ഒരു റോങ് ആക്ഷൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? പെയിൻ ആയിരിക്കും. അപ്പം ഞാനൊരു ആക്ഷൻ ചെയ്തു, അതിൽ നിന്ന് പ്ലഷർ ജനറേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അത് റൈറ്റ് ആക്ഷൻ ആണ്. ഞാനൊരു ആക്ഷൻ ചെയ്തു, അതിൽ നിന്നുണ്ടായ കോൺസിക്വൻസ് പെയിൻ ആണെന്നുണ്ടെങ്കിൽ അത് റോങ് ആക്ഷൻ ആണ്. Ethical hedonism is the idea that all people have the right to do everything in their power to achieve the greatest amount of pleasure possible to them. അപ്പോൾ എന്താണ് എത്തിക്കൽ ഹിഡനിസം പറയുന്നത്? എല്ലാ മനുഷ്യർക്കും അവർക്ക് പോസിബിൾ ആയിട്ടുള്ള ഗ്രേറ്റസ്റ്റ് എമൗണ്ട് ഓഫ് പ്ലഷർ എന്ത് ചെയ്യാം? അവരുടെ പൊട്ടൻഷ്യൽ ഉപയോഗിച്ചിട്ട്, അവരുടെ കപ്പാസിറ്റി ഉപയോഗിച്ചിട്ട് അച്ചീവ് ചെയ്യാനുള്ള റൈറ്റ് അവർക്കുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സിമ്പിളായിട്ട് മുകളിൽ പറഞ്ഞ കാര്യം സിമ്പിളായിട്ട് ഇവിടെ പറയുന്നുണ്ട്. സൈക്കോളജിക്കൽ ഹിഡനിസം ഈ സിംപ്ലി എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്. സൈക്കോളജിക്കൽ ഹിഡനിസം എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട് ആണ്. എത്തിക്കൽ ഹിഡനിസം ഇസ് എ തിയറി ഓഫ് വാല്യൂ. എത്തിക്കൽ ഹിഡനിസം എന്ന് പറയുന്നത് എന്താണ്? തിയറി ഓഫ് വാല്യൂ ആണ്. ഓക്കെ, ഇനി നമുക്ക് എത്തിക്കൽ ഹിഡനിസത്തിന്റെ ക്ലാസിഫിക്കേഷനിലോട്ടാണ് പോകേണ്ടത്. രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഈഗോയിസ്റ്റിക് എത്തിക്കൽ ഹിഡനിസം ആണ്. ഈഗോയിസ്റ്റിക് എത്തിക്കൽ ഹിഡനിസം പേരിൽ തന്നെ ഉണ്ട്. എന്താണ് ഇവിടെ? എന്താണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ പറയുന്നുണ്ട്, egoistic ethical hedonism does not take into account the pleasantness of other people. മറ്റുള്ളവരുടെ പ്ലസന്റ്നെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്ലസന്റ്നെസ് കൺസിഡർ ചെയ്യുന്നില്ല. ഇപ്പം ഞാനൊരു ആക്ട് ചെയ്യുന്നു, അപ്പം ഞാൻ ആക്ഷൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എനിക്ക് പ്ലഷർ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് പ്ലഷർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് ആക്ട് ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് അത് കൊണ്ട് പ്ലഷർ കിട്ടണം എന്നുള്ളത് എൻ്റെ കൺസേണേ അല്ല. ഓക്കെ,
അപ്പൊ എന്താണ്, ഇപ്പൊ ഞാനൊരു ആക്ട് ചെയ്തു, അതിൽ നിന്ന് എനിക്ക് പ്ലഷർ കിട്ടി, മറ്റുള്ളവർക്ക് അതിൽ നിന്ന് പെയിൻ ആണ് കിട്ടുന്നതെങ്കിൽ അവിടെ ഒരു പ്രോബ്ലവും ഇല്ല, നമുക്ക് ആ ഒരു ആക്ട് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, ഈഗോയിസ്റ്റിക് എത്തിക്കൽ ഹിഡനിസം ഹോൾഡ്സ് ദാറ്റ് ദ റൈറ്റ് ആക്ഷൻ ഈസ് ദാറ്റ് ആക്ഷൻ വിച്ച് ബ്രിങ്സ് ദ ഗ്രേറ്റസ്റ്റ് പോസിബിൾ എമൗണ്ട് ഓഫ് പ്ലസന്റ്നെസ് ടു ദ ഡൂവർ ഓഫ് ദ ആക്ഷൻ. നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഈഗോയിസ്റ്റിക് എത്തിക്കൽ ഹിഡനിസം പറയുന്നത് എന്താണ്, റൈറ്റ് ആക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഗ്രേറ്റസ്റ്റ് പോസിബിൾ എമൗണ്ട് ഓഫ് പ്ലസന്റ്നെസ് ആ ഡൂവറിന് കിട്ടിയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാനൊരു ആക്ട് ചെയ്യുവാണ്, ഞാനൊരു ആക്ഷൻ ചെയ്യുവാണ്, അപ്പം ആക്ട് ചെയ്യുന്ന എനിക്ക് അതിൽ നിന്ന് മാക്സിമം എമൗണ്ട് ഓഫ് പ്ലസന്റ്നെസ് കിട്ടണം. അക്കോർഡിംഗ് ടു ദിസ് വ്യൂ, അതർ കോൺസിക്വൻസസ് ഓഫ് ദ ആക്ഷൻ, ആ ആക്ഷന് മറ്റു കോൺസിക്വൻസസ് ഉണ്ടായേക്കാം, ഇൻക്ലൂഡിംഗ് ദ പോയിന്റ് ദാറ്റ് ദ ആക്ഷൻ കോസസ് പെയിൻ ഓർ അൺപ്ലസന്റ്നെസ് ടു അതർ പീപ്പിൾ. അപ്പൊ ആ ഒരു ആക്ഷന്റെ കോൺസിക്വൻസസ് മറ്റുള്ളവർക്ക് പെയിനും അൺപ്ലസന്റ്നെസ്സും ആയേക്കാം, അതിവിടെ ഇറെലവന്റ് ആണ്. ഓക്കെ, അതിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ഇൻ ഷോർട്ട്, അക്കോർഡിംഗ് ടു ദിസ് വ്യൂ, the sole moral duty of human is to act such action which will bring the greatest amount of pleasantness for oneself throughout his life. ഓക്കെ ആണല്ലോ. അപ്പം കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരാളുടെ സോൾ മോറൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്, അവന് ഗ്രേറ്റസ്റ്റ് എമൗണ്ട് ഓഫ് പ്ലസന്റ്നെസ് അവന്റെ ത്രൂ ഔട്ട് ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അവൻ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് എവിടെ നോക്കാനുള്ളത്, ഈഗോയിസ്റ്റിക് എത്തിക്കൽ ഹിഡനിസത്തിൽ പറയുന്നത്. ഇനി നമുക്ക് യൂട്ടിലിറ്റേറിയനിസത്തിലോട്ട് വേണം. അപ്പം എത്തിക്കൽ ഹിഡനിസം നമ്മൾ പറഞ്ഞു, ഒന്നെന്ന് പറയുന്നത് ഈഗോയിസ്റ്റിക് എത്തിക്കൽ ഹിഡനിസം ആണ്, രണ്ടാമത്തത് യൂണിവേഴ്സലിസ്റ്റിക് എത്തിക്കൽ ഹിഡനിസം ആണ്. അതിനെയാണ് നമ്മൾ യൂട്ടിലിറ്റേറിയനിസം എന്ന് പറയുന്നത്. ഓക്കെ, യൂട്ടിലിറ്റേറിയനിസം സെപ്പറേറ്റ് ആയിട്ട് എസ്സേ ആയിട്ട് ചോദിക്കും. ഓക്കെ, യൂട്ടിലിറ്റേറിയനിസം ചോദിക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഹിഡനിസം എഴുതി നമുക്ക് എന്തിലോട്ട് വരാം, യൂട്ടിലിറ്റേറിയനിസത്തിലോട്ട് വരാം. അപ്പൊ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതണമെന്നില്ല, ജസ്റ്റ് ഷോർട്ടാക്കി എഴുതി പോവുക. It is the theory that right action is the one that produces the greatest net happiness for all concerned. അപ്പൊ നേരത്തെ നമ്മൾ ഈഗോയിസ്റ്റിക് എത്തിക്കൽ ഹിഡനിസം എന്ന് പറയുന്നത് എന്താണ്, ഡൂവറിന് മാത്രമാണ് എന്ത് കിട്ടേണ്ടത്, പ്ലസന്റ്നെസ് കിട്ടേണ്ടത്, മറ്റുള്ളവർക്ക് കിട്ടണം എന്നില്ല, കിട്ടണ്ട എന്നുള്ളതാണ്. അല്ലെ, കിട്ടിയാലും കുഴപ്പമില്ല, കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു സ്റ്റാൻഡ് പോയിന്റ് ആണ്. നേരെ മറിച്ച് യൂണിവേഴ്സലിസ്റ്റിക് എത്തിക്കൽ ഹിഡനിസം വരുമ്പോഴത്തേക്ക് എന്താണ്, എല്ലാവർക്കും അവിടെ എന്ത് കിട്ടിയിരിക്കണം, മാക്സിമം പ്ലഷർ അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിരിക്കണം. ഹിഡനിസ്റ്റിക് യൂട്ടിലിറ്റേറിയനിസം ഈസ് ഓഫൺ കൺസിഡേർഡ് ഫെയറർ ദാൻ ഹിഡനിസ്റ്റിക് ഈഗോയിസം. നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലേ, ഹിഡനിസ്റ്റിക് ഈഗോയിസത്തെക്കാളും കുറച്ചുകൂടെ ഫെയറർ ആയിട്ടാണ് ഹിഡനിസ്റ്റിക് യൂട്ടിലിറ്റേറിയനിസം കൺസിഡർ ചെയ്യപ്പെടുന്നത്, ബിക്കോസ് ദ ഹാപ്പിനെസ് ഓഫ് എവരി വൺ ഇൻവോൾവ് ഈസ് ടേക്കൺ ടു അക്കൗണ്ട്. അപ്പം ഇവിടെ എല്ലാവരുടെ ഹാപ്പിനെസ് എന്താണ്, ഇൻവോൾവ് ആണ്. യൂട്ടിലിറ്റേറിയനിസം ടെൻഡ് ടു അഡ്വക്കേറ്റ് നോട്ട് സ്റ്റീലിംഗ് ഫ്രം നീഡി ഓർഫൻസ്. അപ്പം നമുക്ക് നേരത്തെ ഒരു എക്സാമ്പിൾ പറയേണ്ടതായിരുന്നു. അതായത് എന്താണ്, ഈഗോയിസ്റ്റിക് എത്തിക്കൽ ഹിഡനിസം വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഒരു ഓർഫണിൽ നിന്ന് അല്ലേ, ഓർഫണിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ പണം നമുക്ക് മോഷ്ടിക്കാം അല്ലേ. ആ മോഷണത്തിലൂടെ എനിക്ക് കൂടുതൽ സന്തോഷം ഉണ്ടായിരിക്കാം, അവന് എന്തുണ്ടായിരിക്കാം, ദുഃഖം ഉണ്ടായിരിക്കാം. അതിന് പ്രശ്നമില്ല എന്നുള്ളതാണ് ഈ പറയുന്ന ഈഗോയിസ്റ്റിക് എത്തിക്കൽ ഹിഡനിസത്തിൽ പറയുന്നത്. നേരെ മറിച്ച് യൂണിവേഴ്സലിസ്റ്റിക് എത്തിക്കൽ ഹിഡനിസത്തിലോട്ട് വരുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത്, അഡ്വക്കേറ്റ് നോട്ട് സ്റ്റീലിംഗ് ഫ്രം നീഡി ഓർഫൺ. നീഡി ഓർഫണിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മോഷ്ടിക്കാൻ പാടില്ല. ബിക്കോസ് ടു ഡു സോ വുഡ് യൂഷ്വലി ലീവ് ദ ഓർഫൺ ഫാർ ലെസ് ഹാപ്പി. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവനെ എന്തിലോട്ട്, അവന് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിലോട്ട് നമ്മൾ തള്ളി ഇടുന്നത് പോലെ ആയി പോവും. ദ തീഫ് ഓൺലി സ്ലൈറ്റ്ലി ഹാപ്പിയർ. അപ്പൊ അതിൽ നിന്ന് അവന് കിട്ടാൻ പോകുന്ന, അല്ലെങ്കിൽ മോഷ്ടാവിന് കിട്ടാൻ പോകുന്ന ചെറിയ സന്തോഷം മാത്രമായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്താണ് ഹിഡനിസം ചോദിക്കുമ്പോൾ എഴുതാനുള്ളത്. ഓക്കെ, കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന യൂട്ടിലിറ്റേറിയനിസത്തിൽ നിന്നാണ്, ഹിഡനിസത്തിൽ നിന്ന് ചോദിക്കാം. ഓക്കെ, അപ്പം ഹിഡനിസത്തിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഒരു എസ്സേ ചോദിക്കുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ എഴുതുക, എന്നിട്ട് യൂട്ടിലിറ്റേറിയനിസം ജസ്റ്റ് ഷോർട്ട് ആയിട്ട് എഴുതുക. ഇനി യൂട്ടിലിറ്റേറിയനിസത്തിൽ നിന്നാണ് എസ്സേ ചോദിക്കുന്നതെങ്കിൽ എന്താണ്, ഇത് ഇത്രയും ഈ ഒരു ഇൻട്രൊഡക്ഷൻ ഷോർട്ട് ആയിട്ട് കൊടുത്തിട്ട് നേരെ യൂട്ടിലിറ്റേറിയനിസത്തിലോട്ട് വരിക. ഓക്കെ, അപ്പൊ നമുക്കതിൽ ഇനി ജെർമി ബെന്താമും അങ്ങനെ കുറച്ച് തിങ്കേഴ്സും കൂടെ നമുക്ക് നോക്കാനുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പൊ ജെർമി ബെന്താമിന്റെയും ജെസ്മിലിന്റെയും ക്ലാസ് അടുത്ത വീഡിയോയിൽ ഞാൻ ഇട്ടുതരാം. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക.